ശബരിമല പാതയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാകുന്നു. വാഹനങ്ങളുടെ നേരെ കാട്ടാന വരുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എവിടെയൊക്കെയാണ് ഇപ്പോൾ ഈ കാട്ടാന ഭീതി ഉള്ളത്? ശ്രീജിത്ത്, ജ്ഞാതൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ വഴിയരികിൽ വീണ് ഏതാണ്ട് വനത്തോട് ചേർന്ന പ്രദേശത്ത് വീണ് കിടക്കുന്നതായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്തായാലും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇയാളുടെ ശരീരത്തിൽ ചെറിയ തോതിലുള്ള പരിക്കുകളുണ്ടായിരുന്നു. ഈ കാട്ടാനയെ പേടിച്ച് ഓടിയതാകാമെന്നായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇയാൾ തീർത്ഥാടകനൊന്നുമായിരുന്നില്ല, അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷയാഴ്ചയൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു. എന്തായാലും അത് ഇത്തരത്തിൽ കാട്ടാനകൾ ആ മേഖലയിൽ ഉണ്ട് എന്ന തരത്തിൽ ഭക്തർ നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു. സ്വാഭാവികമായി വനമാണ്, കാട്ടാനകൾ വരും. എന്തായാലും ഈ പാതയിലേക്ക് ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ ഇറങ്ങി കാട്ടാന വരുന്നത് പതിവുള്ള ഒരു കാഴ്ചയല്ല. അതാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവായി ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കാട്ടാന ഒരു ഫോറസ്റ്റിന്റെ വാഹനത്തെ നേരെ പാഞ്ഞെടുക്കുന്നു. അത് ആ വാഹനം പുറകിലേക്ക് എടുക്കുന്നു. തൊട്ടടുത്ത് ബസ്സുകളെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അപ്പുറത്ത് കൂടെ മാറി പോകുന്ന ഒരു കാഴ്ചയാണ്. ആരെയും ഉപദ്രവിക്കാനൊന്നും അത് ഈ ഒരു ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല. വനത്തിലേക്ക് കയറി പോകുന്ന ഒരു കാഴ്ച. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം രാത്രി പകർത്തിയ ഒരു ദൃശ്യമാണ്. കാട്ടാന സമാനമായ രീതിയിൽ റോഡിന് ഒരു വശത്തുകൂടി നടന്ന് വനത്തിനുള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും സ്വാഭാവികമായി ഈ പറയുന്ന തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് ഭക്തർക്ക് പേടിയാണ്. പക്ഷേ അവരുടെ സഞ്ചാരപാതയാണ് എന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. കാട്ടാന റോഡിലൂടെ നടന്നു നീങ്ങുകയാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.